നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കൾ ചോദിച്ചു, മൻഹും ഖൈറുൻ നാസ്, നബിയെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തികളാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തി. ഡോക്ടറേറ്റ് പഠിച്ച ആളുകൾ അതുകൊണ്ട് ശമ്പളം മാത്രം മോഹിക്കാതെ അത് ജനങ്ങൾക്ക് ഉപകാരവും കൂടിയാണ് എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കും. അങ്ങനെ ഏത് സേവനമാണെങ്കിലും ഇത് ആഖിറത്തിലേക്ക് ഉപകാരം കിട്ടണം. സ്വർഗത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹുവിനെ കാണലാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു ബോധത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെയും പ്രതിഫലം ലഭിക്കും. അതാണ് ജനങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും ഉപകാരപ്പെട്ട വ്യക്തിയാണ് ജനങ്ങളിൽ ഉത്തമനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കർമ്മങ്ങളിൽ ഏറ്റവും നല്ല കർമ്മം ഏതാണ്? നമസ്കാരം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. സുന്നത്തായ കർമ്മങ്ങൾ അതിൽ ഏറ്റവും നല്ല കർമ്മം ഏതാണ്? നബി തങ്ങൾ പറഞ്ഞു, അഹബ്ബുൻ നാസി ഇലല്ലാഹി അദ്വമുഹാ വഇൻ കല്ല. കുറച്ച് ദിക്ർ ചൊല്ലുന്നു, കുറച്ച് സ്വലാത്തുകളൊക്കെ ചൊല്ലുന്നു, അത് പതിവായി ഇടപെടാതെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതാണ് ഏറ്റവും നല്ല കർമ്മം. കുറെ ചൊല്ലിപ്പിന്നില്ല, ഒരായിരത്തി ദിക്റൊക്കെ ചെയ്യും, പിന്നെ അത് നിർത്തിവെച്ചു. അങ്ങനെയല്ല, ചെല്ലുന്നു 100 വട്ടം എല്ലാവരും ചെല്ലാറുണ്ടാവും. എന്നാൽ അല്ലാഹുവിന് അതാണ് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം. പിന്നെ ചോദിച്ചു, ഏറ്റവും നല്ല മരണം ഏതാണ്? നബി തങ്ങൾ പറഞ്ഞു, അൻ തമൂത വലിസാനുക റത്ബുൻ മിൻ ദിക്രില്ലാ, മരണപ്പെടുന്ന സമയത്ത് ദിക്ർ ചൊല്ലാൻ കഴിയും. അതാണ് പ്രത്യക്ഷത്തിൽ ഏറ്റവും നല്ല മരണം. ചില ദിക്ർ ചൊല്ലിയാൽ നമ്മൾ അറിഞ്ഞോളുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ ദിക്ർ ചൊല്ലുന്നതായി കണ്ടാൽ അതൊരു നല്ല മരണമായി കാണണം. പിന്നെ ചോദിക്കപ്പെട്ടു, മരണസമയത്ത് മരിക്കാൻ പോകുന്ന ആൾക്ക് നമ്മൾ വെള്ളം കൊടുക്കണമല്ലോ, എന്ത് വെള്ളമാണ് ഏറ്റവും നല്ലത്? അപ്പൊ പറഞ്ഞു, മാഉ ദംദം, ദംദം വെള്ളം കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു കുപ്പി ദംദം വെള്ളം കരുതി വെക്കും. പെട്ടെന്നൊരു തല കറങ്ങി വീഴോ അങ്ങനൊക്കെ വരുമ്പോ അത് മരണത്തിന്റെ കാരണമായി വരും. അതുകൊണ്ട് എപ്പോഴും ഒരു വീട്ടിൽ അരമാരയുടെ ഒരു കുപ്പി വെള്ളം, ദംദം വെള്ളം അങ്ങനെ തീർക്കരുത്, കുറച്ചെടുത്ത് വെക്കാം. ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ രോഗിയെ കൊണ്ടുപോകുമ്പോൾ ബാഗിൽ വെച്ചത് കൊണ്ടുപോകണം. അവിടെ നിന്നാണ് മരണത്തിന്റെ കുടിയാളം വന്നതെങ്കിൽ അവിടെ നിന്ന് കൊടുക്കാം. അങ്ങനെ പോയി ദംദം വെള്ളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പവിത്രങ്ങൾ പറയുന്നുണ്ട്. മാഉ ദംദമിൻ ലിമാ ശുരിബലഹു, ദംദം വെള്ളം എന്തെങ്കിലും ഒരു ആവശ്യം വെച്ച് കുടിച്ചാൽ ആവശ്യം നിറവേറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു സുന്നത്തുകളെ കുടിക്കാൻ അവിടുന്ന് ജീവിതത്തിൽ കാണിച്ചു തന്ന ഈ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജീവിതത്തിൽ കാണിക്കാനുള്ള നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികളൊക്കെ കബറ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ പേരമക്കൾ എല്ലാവരെയും അല്ലാഹു സജ്ജനങ്ങളുടെ തസ്തികയിൽ ചേർത്തി അനുഗ്രഹിക്കട്ടെ. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടുകൂടെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.